പഞ്ചായത്തിൽ 14-15 വാർഡുകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളായ വൈദ്യർപടി, വില്ലേജ് പരിസരം, ആലിൻചുവട് എന്നീ സ്ഥലങ്ങളിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നുവെന്ന് പരാതി. അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നും എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. 15-14 വാർഡിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ഇന്നിവിടെ കാണുന്നത്. നിരന്തരമായിട്ട്, അതായത് 3-4 ദിവസങ്ങളായി തുടർച്ചയായിട്ട് കുടിവെള്ള പൈപ്പ് ഇതിൽ ലീക്ക് ചെയ്ത് ഒരു സാഹചര്യം നിലവിലുള്ളതാണ്. അതുപോലെ തന്നെ ഈ സാഹചര്യം നിലനിന്നിട്ട് ഇതിൻ്റെ അധികാരികളെയും ബന്ധപ്പെട്ടവരെയും നമ്മൾ പരാതി രേഖാമൂലം കൊടുത്തതാണ്. ഇതേവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടുതൽ പറയുകയാണെങ്കിൽ ഇവിടുത്തെ റോഡ് തന്നെ വളരെ മോശമായ ഈ സ്ഥിതിക്ക് ഈ വെള്ളം കെട്ടി നിന്ന് സ്കൂൾ വിദ്യാർത്ഥികളായാലും അതേപോലെ തന്നെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, അർഫ സ്കൂൾ, അങ്ങനെ ഒരുപാട് കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടികൾ നിരന്തരമായി പോകുന്ന ഒരു മേഖലയാണ്. ഇവിടെ മറ്റുള്ള കടക്കാർക്കും അതേപോലെ തന്നെ പരിസര നിവാസികൾക്കും ഭയങ്കര ശല്യമായി മാറിയുന്ന ഈ സാഹചര്യത്തിൽ അധികാരികൾ എത്ര പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ റോഡിലെ ഒരു സ്ഥലത്തെ ഒരു ഇതല്ല, ഇത് നിരന്തരമായി 3-4 ദിക്കിലാണ് ഇതേപോലെ തന്നെ പൊട്ടി നിൽക്കുന്നതും വെള്ളം പാഴാവുന്നതും. ഇവിടെ ഈ പരിസരവാസികൾക്ക് ഈ കുടിവെള്ള പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ പൈപ്പിലൂടെ കിട്ടുന്ന വെള്ളമാണ് ഒരുവിധം എല്ലാ കുടുംബക്കാരും ഇവിടെ ഉപയോഗിക്കുന്നത്. മഴക്കാലം കഴിഞ്ഞു പോകുമ്പോഴേക്കും തന്നെ ഇവിടെ വരൾച്ച വ്യാപിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം പാഴാകുന്നത് വളരെയധികം ദുഃഖകരമാണ്. എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് ഏകദേശം ഒരു 4-5 ദിവസമായി സ്ഥിരം ഉള്ളൊരു പ്രവണതയാണ്. ഇവിടെയല്ല 3 ദിക്കിലായിട്ട് അത് പൊട്ടി വെള്ളം ലീക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ വൈദ്യുതിപടി എന്ന് പറയും, ഇത് വില്ലേജ് പരിസരം, അതുപോലെ തന്നെ ആലിഞ്ചോട്, 3 ദിക്കിലായിട്ട് നിരന്തരമായിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നോട്ടുള്ള പൈപ്പുകളിൽ ആൾക്കാർ ശേഖരിക്കുന്ന വെള്ളം കുറവ് ഉണ്ടാകുമെന്നും അവരുടെ ഭാഗത്തുനിന്ന് പരാതി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം അങ്ങോട്ട് കിടക്കുന്നില്ല. ഇതിങ്ങനെ ഇവർ എന്നാണോ അതോ വെള്ളം വരുന്നത് വളരെ അപൂർവമായിട്ടാണ്. ആഴ്ചയിൽ 1-2 ദിവസം വരുന്ന വെള്ളമാണ് ഇങ്ങനെ പാഴായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർ എല്ലാ രീതിയിലും ഇത് ഉപയോഗിക്കുന്നത് ഈ വെള്ളത്തിനെയാണ്. ഇതിപ്പോൾ ഒരു പുഴ പോലെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുകയാണ്. മഴക്കാലത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.